കുറേ നേരമായോ വന്ന് നിൽക്കുന്നു? കുറച്ചധികം നേരമായി വന്നിരിക്കുന്നത്. കണ്ടു. ഇനിയിപ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു നഷ്ടമാണ് പറവൂരിനെ സംബന്ധിച്ച്, അതേപോലെ തന്നെ ചലച്ചിത്ര ലോകത്തെ സംബന്ധിച്ചും വലിയ നഷ്ടമാണ്. തന്നെയാണ്. കുറേ നേരമായോ? കുറച്ച് ഞങ്ങൾ ഒരുമിച്ച് വന്നത്. ഇങ്ങനെ കാണാറുണ്ടായിരുന്നു? ഇല്ല, ഞാനിവിടെ ഉണ്ടായിരുന്നു, ഞാൻ പുറത്തായിരുന്നു. ലാസ്റ്റ് CMൻ്റെ പൗരാവലിയുടെ സ്വീകരണം ഉണ്ടായിരുന്നു, അന്ന് സ്റ്റേജിലുണ്ടായിരുന്നു, അന്ന് കണ്ടതാണ്. ഓരോ പറവൂരിൻ്റെ ഓരോ പ്രിയപ്പെട്ട നിമിഷങ്ങളിലും സലിംകുമാർ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം. ഇവിടുത്തുകാരൻ തന്നെയാണ്. അതെ അതെ അതെ. സലിമിനെ കാണാറുണ്ടായിരുന്നു? അറിയും, പുള്ളിനെ പണ്ടേ അറിയും. പണ്ടേ അറിയാമല്ലേ? നമ്മുടെ ചേട്ടൻ പണ്ട് പുള്ളിയുടെ സെക്രട്ടറി ആയിരുന്നു. ഒരു 99, 2000 ആ സമയങ്ങളിലെല്ലാം. ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പനേരത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറെ പ്രിയങ്കരനായിരുന്നു സലിംകുമാർ എന്നുള്ളതിനൊരു തെളിവ് തന്നെയാണ് ഈ കാണുന്നത്. ഈ പറവൂർ ടൗൺ ഹാളിലേക്ക് നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും ഓടിയെത്തുന്നു എന്നുള്ളത് തന്നെയാണ്. പോലീസ് കൃത്യമായൊരു കാവലൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയുണ്ടായിരുന്നു. ആ മഴയൊന്നും ജനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. തങ്ങളുടെ പ്രിയ നടൻ, തങ്ങളുടെ സലിംകുമാർ, അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. പ്രത്യേകിച്ചും പറവൂരുകാരുടെ ഒരു അഭിമാനം കൂടിയായിരുന്നു സലിംകുമാർ എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് അവർ സലിംകുമാറിനെ ഒന്ന് കാണുക. അദ്ദേഹം കഴിഞ്ഞ ഏതാനും നാളുകളായി നേരത്തെ റഹീമൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശാരീരിക അസ്വസ്ഥതകൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്നു. അപ്പോഴും അദ്ദേഹം ആ പറവൂരിൻ്റെ പ്രിയങ്കരമായ നിമിഷങ്ങളിലെല്ലാം തന്നെ ഇവിടെ എത്തിയിരുന്നു. പ്രത്യേകിച്ചും നേരത്തെ പൗരാവലി സ്വീകരണമെല്ലാം ഉണ്ടായിരുന്നപ്പോൾ മുഖ്യമന്ത്രിയായി VD സതീശൻ തിരഞ്ഞെടുക്കപ്പെട്ട സമയത്തുമെല്ലാം അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം പറവൂരിനോട് സംസാരിച്ചിരുന്നതാണ്, തൻ്റെ രാഷ്ട്രീയം സംസാരിച്ചിരുന്നതാണ്. തൻ്റെ രാഷ്ട്രീയം സംസാരിക്കുന്നതിൽ ഒരു മടിയും കാണിക്കാതിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ പലപ്പോഴും താനൊരു ഇന്ന രാഷ്ട്രീയത്തിൽപ്പെട്ട ആളായതുകൊണ്ട് തന്നെ തനിക്കുണ്ടാകുന്ന നഷ്ടങ്ങളൊക്കെ നഷ്ടങ്ങളല്ല എന്ന് കരുതിയിരുന്ന ഒരാൾ കൂടിയാണ് സലിംകുമാർ.